സിറ്റിയിലെ ഒരു പ്രമുഖ കഫേ ഏഞ്ചൽ തന്റെ കൂട്ടുകാരികൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു. മനോഹരമായ ഒരു ചുരിദാർ ധരിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ മുഖത്തൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഏഞ്ചലെ, നിന്റെ ഈ മുഖത്തെ അനാവശ്യ രോമം നിനക്കൊന്ന് അത് എടുത്ത് കളഞ്ഞൂടെ? കാണാൻ അത്യാവശ്യം നല്ലൊരു കുട്ടിയാണ്, പക്ഷേ ഈ അനാവശ്യ രോമം നിന്റെ ഭംഗി കളയാണ് ചെയ്യുന്നത്. കൂട്ടുകാരിയായ സ്നേഹ ചിരിയോടെ പറഞ്ഞെങ്കിലും അതൊരു കുത്തുവാക്കായി ഏഞ്ചലിന് തോന്നി. മറ്റൊരു കൂട്ടുകാരി മീനു കൂട്ടിച്ചേർത്തു. ആ അതെ അതെ, ഞങ്ങളൊക്കെ അറിഞ്ഞു നിന്റെ ആലോചനകളെല്ലാം മുടങ്ങുന്ന കാര്യം. അതെ, വേറെ ഒന്നും കൊണ്ടല്ല. പയ്യന്റെ വീട്ടുകാർ നിന്നെ കാണുമ്പോ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഈ ഒടുക്കത്തെ തടിയ, പിന്നെ ഈ മുഖത്തെ രോമം. നീ ഒന്ന് ശ്രദ്ധിച്ച ഇതെല്ലാം ശരിയാവുന്നതേ ഉള്ളൂ. ഏഞ്ചൽ തല താഴ്ത്തി. കണ്ണുകളിൽ നിറഞ്ഞു വന്ന കണ്ണുനീർ അവൾ കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. ഇതൊന്നും പുതിയ കാര്യമല്ല. കഴിഞ്ഞ 5 ആലോചനകൾ മുടങ്ങിയത് ഇതേ കാരണങ്ങൾ കൊണ്ടാണ്. ഓരോ തവണയും അവർ വരുന്നു, ഏഞ്ചലിനെ നോക്കുന്നു, പിന്നെ എന്തെങ്കിലും ഒരു മുടന്ന ന്യായവുമായി അങ്ങ് മടങ്ങുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ അച്ഛൻ ജോൺ കുര്യനും അമ്മ എലീനയും ഗൗരവത്തിലായിരുന്നു. ഏഞ്ചലെ, ഇത്തവണത്തെ ആലോചന മുടങ്ങാൻ പാടില്ല. ആൽബി എന്നാണ് പയ്യന്റെ പേര്. നല്ല കുടുംബമാണ്. നാളെ അവർ വരുന്നുണ്ട്. ജോൺ കുര്യൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അപ്പച്ച, എനിക്ക് പേടിയാണ്. വീണ്ടും എല്ലാരും കൂടി എന്നെ കളിയാക്കോ? ഏഞ്ചൽ ചോദിച്ചു. എടി, നീ ഒന്നും മിണ്ടാതിരിക്കോ? നിന്നെ കെട്ടിക്കാൻ ഞങ്ങൾ ഇടുന്ന പാടുണ്ടല്ലോ. നിനക്കതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. എലീന ദേഷ്യത്തോടെ മുറിയിലേക്ക് നടന്നു. പിറ്റേന്ന് ആൽബിയുടെ കുടുംബം വന്നു. ആൽബി നിശബ്ദനാണ്, എന്നാൽ അവന്റെ കണ്ണുകളിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഏഞ്ചലിനെ കണ്ടപ്പോ അവൻ ഒരു നിമിഷം അവളെ ഉറ്റുനോക്കി. അന്ന് ഏഞ്ചലിന് തോന്നി ഇത് ശരിയാകുമെന്ന്. ആൽബിയുടെ വീട്ടുകാർ പണത്തെക്കുറിച്ച് വലിയ പരാതികളൊന്നും ഇല്ലായിരുന്നു. ജോൺ കുര്യന്റെ മുഖത്ത് ഒരു ആശ്വാസത്തിന്റെ ചിരി തെളിഞ്ഞു. ആഴ്ചകൾക്ക് ശേഷം വിവാഹം നടന്നു. അതൊരു വലിയ ചടങ്ങായിരുന്നു. ആൽബിയുടെ വീട്ടുകാർക്ക് വലിയ തുക സ്ത്രീധനമായി ജോൺ കുര്യൻ നൽകിയിരുന്നു. അത് ഏഞ്ചൽ അറിഞ്ഞിരുന്നില്ല. തനിക്ക് സ്നേഹമുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടിയെന്ന് വിശ്വസിച്ചാണ് പാവം അവൾ ആൽബിക്കൊപ്പം അവന്റെ വീട്ടിലേക്ക് പോയത്. എന്നാൽ വിവാഹത്തിന്റെ അന്ന് രാത്രി, അതായത് ആദ്യ രാത്രിയിൽ മുറിയിലേക്ക് കയറി ആൽബിയുടെ മുഖം മാറിയിരുന്നു. അവൻ വാതിൽ കുറ്റിയിട്ടു. അവന്റെ കണ്ണുകളിൽ പ്രണയത്തിന് പകരം പകയും വെറുപ്പും നിറഞ്ഞു നിന്നു. ഏഞ്ചൽ, അവൻ ഗൗരവത്തിൽ വിളിച്ചു. അവൾ പേടിയുടെ തലയുയർത്തി. നീ എന്താ വിചാരിച്ചത്? സുഖമായ ഒരു ജീവിതമാണ് നിന്നെ കാത്തിരിക്കുന്നതെന്നോ? ഈ വിവാഹം ഒരു ഉടമ്പടി പോലെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നിന്റെ അച്ഛന്റെ പണത്തിന് വേണ്ടി ഞാൻ കെട്ടിയ ഒരു പണയ വസ്തു. ഇതിൽ പ്രണയമില്ല. എനിക്ക് നിന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ആ വാക്കുകൾ ഏഞ്ചലിന്റെ നെഞ്ചിൽ തറച്ചു. അവൾ വിശ്വസിച്ചതെല്ലാം തകർന്നു വീഴുകയായിരുന്നു. എന്ത് ഉടമ്പടിയോ? അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. വിവാഹശേഷം ഏഞ്ചൽ ആൽബിയുടെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് ലഭിച്ച സ്വീകരണം വളരെ ഊഷ്മളമായിരുന്നു. ആൽബിയുടെ അച്ഛൻ ദാസനും അമ്മ സുഭദ്രയും അവളെ സ്വന്തം മകളെ പോലെയാണ് കണ്ടത്. ഏഞ്ചലിന്റെ ശരീരപ്രകൃതിയോ മുഖത്തെ രോമങ്ങളോ ഒന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. എന്നാൽ ആ വീട്ടിൽ ഏഞ്ചലിന്റെ പേടി സ്വപ്നം ആൽബി മാത്രമായിരുന്നു. എന്നാൽ ബന്ധുക്കളെല്ലാം അവിടെയും ഇവിടെയും ഇരുന്ന് അടക്കം പറയുന്നത് അവൾ ശ്രദ്ധിച്ചു. ഈ ചെക്കനെ, ഈ പെണ്ണിനെ കിട്ടിയോളോ? എന്ത് നല്ല ചെക്കനായിരുന്നു. ഹാനെ ഉറുമ്പിനെ പോലെ ഉണ്ട്. അതെല്ലാം കേട്ടിട്ടും അവൾ തന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് പുതിയൊരു ജീവിതം സ്വപ്നം കാണുകയായിരുന്നു. അന്ന് വൈകുന്നേരം എല്ലാവരും പുറത്തുപോയ സമയം ഏഞ്ചൽ അടുക്കളയിൽ ചായയുമായി ചെല്ലുമ്പോൾ ആൽബി കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവൾ അത് അവൻ്റെ മുന്നിൽ വെച്ചു. ചായ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ആൽബി കപ്പ കയ്യിലെടുക്കുന്നതിന് പകരം ഏഞ്ചലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് പുച്ഛത്തോടെ ചിരിച്ചു. ഇതെന്താ ചായയൊക്കെ ആയിട്ട്? നിന്നെപ്പോലെ തന്നെ നല്ല ഗുണ്ടുമണി കപ്പിലാണല്ലോ എനിക്ക് നീ ചായ കൊണ്ടുവന്നത്. ഇതെന്താ മുക്രായിട്ട് കുടിക്കാനാണോ? ഞാൻ പശുവോ എരുമ വിലയാണോ? മുഖത്താകെ രോമങ്ങൾ, ശരീരത്തിൽ അമിതവണ്ണം. നിന്നെ കണ്ടാൽ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാ. ഏഞ്ചലിൻ്റെ കൈകൾ വിറച്ചു. അവളൊന്നും മിണ്ടിയില്ല. രാത്രിയിൽ മുറിയിൽ വെച്ച് ആൽബി വീണ്ടും തുടങ്ങി. എൻ്റെ അച്ഛനോ അമ്മയ്ക്കും നിന്നെ വലിയ കാര്യമായിരിക്കും. പക്ഷേ എനിക്ക് നിന്നോട് യാതൊരു താല്പര്യമില്ല. ഒരു മരുമകളായി ഇവിടെ നിൽക്കാം, അല്ലാതെ എൻ്റെ ഭാര്യ ചമയാൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. ദിവസങ്ങൾ മുന്നോട്ട് പോയി. പുറം ലോകത്തിനു മുന്നിൽ ആൽബി ഒരു മാന്യനായ ഭർത്താവായി അഭിനയിച്ചു. എന്നാൽ അടച്ചിട്ട മുറിക്കുള്ളിലും ചിലപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ വെച്ചു പോലും അവൻ തമാശയുടെ രൂപത്തിൽ അവളെ വേദനിപ്പിച്ചു. ഏഞ്ചൽ, നീ എന്തിനാ ഈ ആഭരണങ്ങളൊക്കെ ഇടുന്നത്? ഇതൊക്കെ നിന്റെ തടിച്ച ഈ കഴുത്തിൽ ചേരില്ല. ഇതെന്താ
ആന എഴുന്നള്ളത്തിന് പോകും പോലുണ്ട്. ബന്ധുക്കൾ വന്നപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ചുറ്റുമുള്ളവർ ചിരിച്ചു. ഏഞ്ചൽ ആകെ തളർന്നുപോയി. അവൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അച്ഛൻ ജോൺ കുര്യന് ഈ ബന്ധം നിലനിർത്തണം എന്ന് നിർബന്ധമാണ്. അമ്മ എലീനയാകട്ടെ കുറച്ച് സഹിച്ച എല്ലാം ശരിയാകും എന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കും. ഒരു ദിവസം അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഏഞ്ചൽ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ആൽബിയുടെ അമ്മ സുഭദ്ര മുറിയിലേക്ക് വന്നു. എന്താ മോളെ ഏഞ്ചലെ, നീ എന്തിനാ കരയുന്നത്? ആൽബി എന്തെങ്കിലും പറഞ്ഞോ? ഏഞ്ചൽ ഒന്നും പറയാതെ തല താഴ്ത്തി. അവൾക്ക് പറയാൻ കഴിഞ്ഞില്ല തൻ്റെ ഭർത്താവ് തന്നെ ലോകത്തിനു മുന്നിൽ കളിയാക്കി ചിരിക്കുകയാണെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. ആൽബിയുടെ പരിഹാസങ്ങൾ ഏഞ്ചലിന് ശീലമായി. അവൾ മൗനം പാലിച്ചു. താൻ എന്ത് മറുപടി പറഞ്ഞാലും അതവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വീട്ടിലെ വരാന്തയിലിരുന്ന് ആൽബി സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു, ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട്. അവൻ പറഞ്ഞ വാക്കുകൾ ദൂരെ നിന്ന് നമ്മുടെ ഏഞ്ചൽ കേൾക്കാനിടയായി. ഏയ് എൻ്റെ പൊന്നേ, അവളൊരു ഒന്നൊന്നര ഭാരമാടാ. ഏതിനും ഒരു മന്ദത. ആ മുഖത്തെ രോമം കാണുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ അങ്ങ് ഛർദ്ദിക്കാൻ വരും. അച്ഛൻ്റെ അമ്മയും നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിത് സഹിക്കുന്നത്. ഏഞ്ചൽ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണ പൊട്ടി. ആ ശബ്ദം കേട്ട് ആൽബി തിരിഞ്ഞു നോക്കി. അവളുടെ ഭയത്തിനും സങ്കടത്തിനും പകരം ആ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൻ്റെ ഗൗരവം ആൽബി കണ്ടു. പക്ഷേ അവനത് കാര്യമാക്കിയില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഏഞ്ചൽ പതിയെ പുറത്തിറങ്ങി. ഫോണിൽ ഓൺലൈനായി ചില വർക്കൗട്ട് വീഡിയോകൾ അവൾ കണ്ടു. ഒരു വല്ലാത്ത ദൃഢനിശ്ചയം അവളുടെ മനസ്സിൽ ഉടലെടുത്തു. അടുത്ത ദിവസം മുതൽ ആരും കാണാതെ വെളുപ്പിനെ എഴുന്നേറ്റ് അവൾ വ്യായാമം ചെയ്യാൻ തുടങ്ങി. ആദ്യം നടത്തം, പിന്നെ ലഘുവായ വ്യായാമങ്ങൾ. ആൽബിയുടെ പരിഹാസങ്ങൾ അവൾക്കുള്ളിലെ കരിന്തിരി കത്തിച്ചു വിട്ടു. ചില ദിവസങ്ങളിൽ ഭക്ഷണം കുറച്ച്. അവൾ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ ആൽബി ഒരു ദിവസം കാണാനിടയായി. അവൾ വിയർത്തൊലിച്ച് നിൽക്കുന്നത് കണ്ട് അവൻ പുച്ഛത്തോടെ ചിരിച്ചു. ഹേയ് ഏഞ്ചൽ, ഇന്ന് 10 ദിവസം കൊണ്ടായല്ലോ നീ കസറത്ത് തുടങ്ങിയിട്ട്. വെറുതെ വിയർത്ത് കുളിക്കണ്ട. നിന്റെയൊക്കെ ശരീരത്തിലുള്ളതാ ഈ തടി. അതിങ്ങനെ തന്നെ തുടരും. അവൾ ഒന്നുമില്ലാത്തതുപോലെ തിരിഞ്ഞു നടന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ അവൾ ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങി. അമ്മ സുഭദ്ര അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താ മോളെ നീ ചെയ്യുന്നത്? അധികമൊന്നും ഇങ്ങനെ കിടന്ന് അധ്വാനിക്കേണ്ട, നീ ക്ഷീണിക്കും കുഞ്ഞേ. അല്ലമ്മേ, എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വേണം. എനിക്ക് വേണ്ടി, എനിക്ക് മാത്രം വേണ്ടി. ഏഞ്ചൽ ചിരിച്ചു. ആ ചിരിയിൽ ഒരു പുതിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ആൽബിയുടെ ക്രൂരതകൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾക്കിടയിൽ വെച്ച് അവൻ അവളെ വീണ്ടും കളിയാക്കി. വീട്ടിലൊരു അമിതഭാരം ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പുറത്തു പോയിട്ടൊന്നും ഒരു സമാധാനമില്ല. ഏഞ്ചൽ തൻ്റെ വർക്കൗട്ട് മുടക്കിയില്ല. വിയർപ്പും കണ്ണുനീരും കൊണ്ട് അവൾ തൻ്റെ പുതിയൊരു രൂപം സൃഷ്ടിച്ചെടുക്കാൻ തുടങ്ങി. ആൽബി അവളുടെ മുഖത്തെ പരിഹസിക്കുമ്പോൾ അവൾ ആ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ മറുപടി പറയാൻ കാത്തിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഏഞ്ചലിൻ്റെ ദിനചര്യകളിൽ വലിയ മാറ്റങ്ങൾ വന്നു. വെളുപ്പിനെ എഴുന്നേൽക്കുന്നതും കഠിനമായ വർക്കൗട്ടുകളും ഭക്ഷണ ക്രമീകരണങ്ങളും അവളുടെ ശരീരത്തിൽ പതിയെ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. തടി കുറയുന്നത് മാത്രമല്ല, അവളുടെ മുഖത്തെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. എന്നാൽ ആൽബിയുടെ പരിഹാസങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഒരു ഞായറാഴ്ച രാവിലെ ബന്ധുക്കൾ വിരുന്നിന് വന്ന സമയം ഹാളിൽ എല്ലാവരും ഇരിക്കുമ്പോൾ ആൽബി ഏഞ്ചലിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കളിയാക്കാൻ തുടങ്ങി. ഏഞ്ചലേ, നീ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിന്റെ നടപ്പിന് തന്നെ വല്ലാത്തൊരു ആനച്ചന്തം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ. ആൽബി എല്ലാവരെയും കേൾക്കത്തക്ക വിധം പറഞ്ഞു. ബന്ധുക്കൾ തമ്മിൽ നോക്കി ചിരിച്ചു. ഏഞ്ചൽ അപ്പോഴും മൗനം പാലിച്ചു. എന്നാൽ അവൾ അന്ന് ധരിച്ചിരുന്നത് പഴയതുപോലെ അയഞ്ഞ വസ്ത്രങ്ങളല്ലായിരുന്നു. ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന അവൾ സ്വയം തുന്നിച്ചേർത്ത ഒരു ഡ്രസ്സായിരുന്നു അത്. അവളുടെ രൂപഭംഗിയിൽ വന്ന മാറ്റം അവിടെ ഇരുന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. ആൽബിയുടെ അമ്മ സുഭദ്ര മകൻ്റെ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു. ആൽബി, നീ കുറച്ച് കൂടുതലങ്ങ് കടന്നു പോവുകയാ. ദേ, ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ പാവമാണ്, നീ അവളെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. അതിനവൻ നൽകിയ മറുപടി ഏഞ്ചലിൻ്റെ കാതിലേക്ക് അലയടിച്ചു. അമ്മേ, അവളൊരു പാവമാണെന്നത് സത്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റായ തീരുമാനമാണ്. പണത്തിന് വേണ്ടി മാത്രം ഞാൻ സഹിക്കുന്ന ഒരാൾ. അന്നുച്ചയ്ക്ക് ഏഞ്ചൽ തനിച്ചിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് അച്ഛൻ ജോൺ കുര്യൻ്റെ ഒരു കോൾ വന്നു. ഏഞ്ചലേ, എന്തൊക്കെയാ മോളെ വിശേഷം? ആൽബി സുഖമായിട്ടിരിക്കുന്നോ? അവൾ ഒരു നിമിഷം ആലോചിച്ചു. സത്യം പറഞ്ഞാൽ അച്ഛൻ തകർന്നു പോകും. അവൾ പതിയെ പറഞ്ഞു. കുഴപ്പമില്ല അച്ഛാ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
ഫോൺ വെച്ച ശേഷം ഏഞ്ചൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെ അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക തെളിച്ചം വന്നിരിക്കുന്നു. അവൾ ആ കണ്ണാടിയിലെ പെൺകുട്ടിയെ നോക്കി മന്ത്രിച്ചു. ഇനിയും എത്ര കാലം ഞാൻ നിന്റെ നിഴലായി ജീവിക്കൂ ആൽബി? എൻ്റെ മൗനം അവസാനിക്കാറായി. അന്ന് വൈകുന്നേരം അപ്രതീക്ഷിതമായ ഒരാൾ വീട്ടിലേക്ക് വന്നു. ഏഞ്ചലിൻ്റെ കോളേജ് കാലഘട്ടത്തിലെ സുഹൃത്തായ വിനയൻ. വിനയൻ ഒരു ഫിറ്റ്നസ് ട്രെയിനറായിരുന്നു. ഏഞ്ചലിൻ്റെ മാറ്റം കണ്ട് അവൻ അതിശയിച്ചു. ഏഞ്ചലേ, നീ വല്ലാതങ്ങ് മാറിപ്പോയല്ലോ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? വിനയൻ്റെ ചോദ്യം ആൽബി കേട്ടു. അവൻ അസൂയയോടെ അവരെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു. വിനയൻ്റെ സന്ദർശനം ആൽബിയുടെ ഉള്ളിലെ ഈഗോയെ വല്ലാതെ ഉണർത്തിയിരുന്നു. ഏഞ്ചലിൻ്റെ പുതിയ രൂപം കണ്ട് വിനയൻ അഭിനന്ദിച്ചപ്പോൾ ആൽബിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. വിനയൻ പോയ ഉടനെ അവൻ ഏഞ്ചലിനെ മുറിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. എന്താണ് നിന്റെ ഉദ്ദേശം? കണ്ട ആണുങ്ങളൊക്കെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? നിന്റെ മേക്ക് ഓവർ കണ്ട് അവൻ വീണുപോയിട്ടാണോ? ആൽബി അലറി. ഏഞ്ചൽ പതുക്കെ തല ഉയർത്തി. ഇത്തവണ അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരു സ്ഥിരതയാർന്ന നോട്ടമായിരുന്നു. വിനയൻ എൻ്റെ സുഹൃത്താണ് ആൽബി. അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ കാണാൻ അവൻ ഇവിടെ വന്നു. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആൽബി ഞെട്ടിപ്പോയി. ഏഞ്ചൽ മറുപടി പറയുന്നു. അവൻ കൈ ഓങ്ങിയെങ്കിലും ഏഞ്ചൽ അത് തടഞ്ഞു. ഇനി വേണ്ട. എൻ്റെ മൗനം നിന്റെ ബലഹീനതയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത്രയും കാലം നീ എന്നെ കളിയാക്കി, എൻ്റെ ആത്മവിശ്വാസം തകർത്തു. പക്ഷേ നീ അറിയാത്തൊരു കാര്യമുണ്ട്. നിന്റെ ഈ പരിഹാസങ്ങളാണ് എന്നെ കൂടുതൽ ശക്തിയാക്കിയത്. ആൽബി ഒരു നിമിഷം പകച്ചുപോയി. അവൻ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. പക്ഷേ അത് ഉള്ളിൽ ഭയമുള്ള ഒരു ചിരിയായിരുന്നു. നീ എന്ത് ചെയ്യാനാ? അച്ഛൻ്റെ പണം കൊണ്ട് കുറച്ച് വർക്കൗട്ട് ചെയ്തെന്ന് കരുതി നീ വലിയ സുന്ദരി എന്നാണോ വിചാരം? അന്ന് രാത്രി ഏഞ്ചൽ ഒരു തീരുമാനമെടുത്തു. അവൾ ഒരു വീഡിയോ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങി. ബോഡി ഷേമിങ്ങിനെ നേരിടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി അവൾ തൻ്റെ മാറ്റത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ആ വീഡിയോ പെട്ടെന്നങ്ങ് വൈറലായി. പിറ്റേന്ന് രാവിലെ വീട്ടുകാർ ആ വീഡിയോ കണ്ടു. ജോൺ കുര്യൻ്റെ മുഖത്ത് അഭിമാനം വിരിഞ്ഞപ്പോൾ ആൽബിയുടെ മുഖത്ത് ഒരു വല്ലാത്ത പകമൂടി. നീ ഇതെന്താ കാണിച്ചേ? നാട്ടുകാർക്ക് നിന്റെ മുഖം കാണിച്ച് കൂട്ടാൻ നാണോ ഇല്ലേ? അവൻ അലറി. പക്ഷേ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ഫോൺ കോളുകൾ പ്രവഹിച്ചു. പലരും ഏഞ്ചലിൻ്റെ ആത്മവിശ്വാസത്തെ അഭിനന്ദിച്ചു. ആൽബിയുടെ അച്ഛൻ ദാസനും അമ്മ സുഭദ്രനും ഏഞ്ചലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ, നീ ചെയ്തത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ആൽബി അന്ന് രാത്രി വാതിലിന് പുറത്ത് ഒറ്റപ്പെട്ടു. ആദ്യമായി അവൻ ഏഞ്ചലിൻ്റെ മുന്നിൽ തോറ്റുപോയെന്ന് അവന് മനസ്സിലായി. ഏഞ്ചലിൻ്റെ വീഡിയോ വൈറലായതോടെ വീടിൻ്റെ അന്തരീക്ഷം ആകെ മാറി. നാട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അഭിനന്ദന പ്രവാഹമായിരുന്നു. പണ്ട് അവളെ ബോഡി ഷേമിംഗ് ചെയ്തവർ പോലും ഇപ്പോൾ അവളെ പ്രശംസിച്ച് സംസാരിക്കുന്നു. ഇത് ആൽബിയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയായി. തൻ്റെ ഭാര്യ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നത് അവന് സഹിച്ചില്ല. അവൻ വീടിനകത്ത് ഏഞ്ചലിനോട് കൂടുതൽ ദേഷ്യത്തോടെ പെരുമാറാൻ തുടങ്ങി. എന്താടി നിന്റെ ഭാവം? ഫേമസ് ആയപ്പോൾ അഹങ്കാരം കൂടിയോ? നീ എന്ത് ചെയ്താലും നിന്റെ ആ മുഖത്തെ രോമങ്ങളും താടിയും ഒന്നും മാറാൻ പോകുന്നില്ല, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ ഇത്തവണ ഏഞ്ചൽ മറുപടി നൽകിയത് പുഞ്ചിരിയോടെയായിരുന്നു. ആൽബി, എൻ്റെ മുഖത്തെ രോമങ്ങൾ ഞാൻ മാറ്റിക്കഴിഞ്ഞു. ശരീരവും ഞാൻ പാകപ്പെടുത്തി തുടങ്ങി. ഇനി മാറ്റേണ്ടത് നിന്റെ മനസ്സാണ്. ഏഞ്ചലിൻ്റെ ഈ ഉറച്ച മറുപടി കേട്ട് ആൽബി അന്തം വിട്ടുപോയി. അതേസമയം ജോൺ കുര്യൻ വീട്ടിലെത്തി. മകളുടെ വിജയം കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ഏഞ്ചലേ, നീ കാണിച്ചത് വലിയൊരു കാര്യമാണ്. ഇനി മുതൽ ആരും നിന്നെ നോക്കി ചിരിക്കില്ല. എന്നാൽ ആൽബിക്കൊരു പുതിയ പദ്ധതി ഉണ്ടായിരുന്നു. ഏഞ്ചലിനെ തകർക്കാൻ അവൻ തീരുമാനിച്ചു. ഓഫീസിലെ ജോലിയുടെ തിരക്കുകൾ പറഞ്ഞ് അവൻ ഏഞ്ചലിനെ ഒറ്റപ്പെടുത്താൻ നോക്കി. ഏഞ്ചലിൻ്റെ വർക്കൗട്ട് വീഡിയോകൾക്ക് താഴെ മോശം കമൻറ്റുകൾ ഇടുവാനും അവളെ മാനസികമായി തളർത്താനും അവൻ രഹസ്യമായി ശ്രമിച്ചു. ഒരു ദിവസം ഏഞ്ചൽ തൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ആൽബി അറിയാതെ അവളുടെ ഫോണിൽ എന്തോ തിരയുന്നത് അവൾ കണ്ടു. ആൽബി അറിയാതെ ഏഞ്ചലിൻ്റെ ഫോൺ പരിശോധിക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പായി. താൻ നേരിടുന്ന ഈ മാനസിക സമ്മർദ്ദങ്ങൾക്ക് പിന്നിൽ അവനുണ്ട്. അന്ന് രാത്രി ആൽബി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏഞ്ചൽ അവൻ്റെ ലാപ്ടോപ്പ് തുറന്നു. അതിൽ അവൾ കണ്ട കാര്യങ്ങൾ അവളെ ഞെട്ടിച്ചു. അവളുടെ വീഡിയോകൾക്ക് താഴെ മോശം കമൻറ്റുകൾ ഇട്ടതും വ്യാജ ഐഡികൾ ഉണ്ടാക്കി അവളെ തേജോവധം ചെയ്തതും ആൽബിയുടെ അക്കൗണ്ടുകളിൽ നിന്നായിരുന്നു. മാത്രമല്ല, ഏഞ്ചലിൻ്റെ പ്രശസ്തിയിൽ അസൂയപ്പെട്ട അവളുടെ വർക്കൗട്ട് ട്രെയിനർ എതിരെ വ്യാജ പരാതികൾ അയക്കാനും അവൻ ശ്രമിച്ചിരുന്നു. ഏഞ്ചലിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നില്ല, പകരം ഒരു അഗ്നിജ്വാലയാണ് ഉയർന്നത്. അവൾ ആ വിവരങ്ങളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് തൻ്റെ പേഴ്സണൽ ഫോണിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ ഏഞ്ചൽ പതിവ് പോലെ ശാന്തയായിരുന്നു. ആൽബി അവളുടെ അടുത്ത് വന്ന്, എന്താ ഏഞ്ചൽ, ഇന്ന് കുറച്ച് ഗൗരവത്തിലാണല്ലോ എന്ന് പരിഹാസത്തോടെ ചോദിച്ചു. ഏഞ്ചൽ അവനെ നോക്കി ശാന്തമായി പറഞ്ഞു, ആൽബി,
ഒരു മനുഷ്യൻ മറ്റൊരാളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തകരുന്നത് അവരുടെ സ്വന്തം മനസ്സാണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആൽബി ഒന്ന് പകച്ചു. എന്തോ ഒന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അവന് തോന്നി. പക്ഷേ അവനത് വകവെച്ചില്ല. അന്നുച്ചയ്ക്ക് ഏഞ്ചൽ അച്ഛൻ ജോൺ കുര്യനെയും ആൽബിയുടെ അച്ഛൻ ദാസനെയും ഹാളിലേക്ക് വിളിച്ചു. ആൽബിയും അവിടെ ഉണ്ടായിരുന്നു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദാസൻ ചോദിച്ചു. ഏഞ്ചൽ തന്നെ ഫോൺ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആൽബി ചെയ്ത എല്ലാ വൃത്തികേടുകളുടെയും തെളിവുകൾ അതിലുണ്ടായിരുന്നു. മുറിയിൽ പെട്ടെന്ന് ശ്മശാന മൂകത തളം കെട്ടി. ജോൺ കുര്യൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതാണോ നീ എൻ്റെ മോളെ സ്നേഹിക്കുന്ന രീതി? നിന്റെ ഈ അഹങ്കാരം കൊണ്ട് നീ ഇനിയും എത്ര പേരെ തകർക്കും? ആൽബിയുടെ അമ്മ സുഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാലും മോനെ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഏഞ്ചൽ എന്തൊരു പാവം കുട്ടിയാണ്. ആൽബി കള്ളം പറയാൻ ശ്രമിച്ചു. അച്ഛാ, ഇത് അവൾ എനിക്കെതിരെ ചെയ്ത കുതന്ത്രമാണ്. പക്ഷേ തെളിവുകൾ അവനെതിരായിരുന്നു. ദാസൻ ആൽബിയുടെ മുഖത്തടിച്ചു. ഇന്നു മുതൽ നിന്റെ ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ നീ എൻ്റെ മകനല്ല. ആൽബി ആകെ ഒറ്റപ്പെട്ടു. വീട്ടുകാരുടെ സ്നേഹം അവന് നഷ്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ ഏഞ്ചൽ അവിടെയും ഒരു വലിയ മാതൃക കാണിച്ചു. അവൾ അവനെ വെറുക്കാൻ നിന്നില്ല. പകരം അവൾ പറഞ്ഞു, ആൽബി, നീ എനിക്ക് നൽകിയ വേദനയേക്കാൾ വലുതാണ് നീ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. കാരണം നിനക്ക് സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ടു. ആൽബിക്ക് തറവാടിൻ്റെ പടിയിറങ്ങേണ്ടി വന്നു. ദാസന്റെയും സുഭദ്രയുടെയും കർശനമായ തീരുമാനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവനായില്ല. താൻ ഇത്രയും നാൾ കളിയാക്കിയ താൻ വെറുത്ത ആ പെൺകുട്ടി കാരണം തൻ്റെ സുരക്ഷിതമായ താവളം നഷ്ടപ്പെട്ടു എന്ന സത്യം ആൽബി വല്ലാതെ വേദനിപ്പിച്ചു. അവൻ നഗരത്തിലെ ഒരു ചെറിയ ഫ്ലാറ്റിലേക്ക് മാറി. ഒറ്റപ്പെടലിൻ്റെ നാളുകൾ അവന് വല്ലാതെ വിരസതയായിരുന്നു. പഴയ സുഹൃത്തുക്കൾ പലരും അവൻ്റെ യഥാർത്ഥ മുഖം അറിഞ്ഞതോടെ അവനിൽ നിന്നകന്നു. ഏഞ്ചലിനെതിരെ താൻ നടത്തിയ ഓരോ നീക്കവും ഇപ്പോൾ അവന് തിരിച്ചടിയായി മാറുന്നു. അതേസമയം വീട്ടിൽ ഏഞ്ചലിന് പുതിയൊരു തുടക്കമായിരുന്നു. അവൾ തൻ്റെ ബ്ലോഗിന് സജീവമാക്കി. ബോഡി ഷേവിങ്ങിനെതിരെ അവൾ നടത്തുന്ന പോരാട്ടങ്ങൾ വലിയൊരു വിഭാഗം സ്ത്രീകളിൽ സ്വാധീനം ചെലുത്തി. ജോൺ കുര്യനും എലീനയും മകളുടെയും മാറ്റത്തിൽ അഭിമാനിച്ചു. ഏഞ്ചലിൻ്റെ മനസ്സിൽ ആൽബിയോട് തീർത്താൽ തീരാത്ത പക ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരുതരം സങ്കടമായിരുന്നു. അവൻ എന്തിനാണ് ഇങ്ങനെ മാറിയത്? ആ ചിന്ത അവളെ അലട്ടി. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഏഞ്ചലിൻ്റെ ഫോണിലേക്ക് ആൽബിയുടെ ഒരു കോൾ വന്നു. അവൾ സംശയത്തോടെ അത് അറ്റൻഡ് ചെയ്തു. ഏഞ്ചൽ, ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. എനിക്കൊന്ന് സംസാരിക്കണം. നീ എന്നെ തകർത്തു എന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ എത്രമാത്രം താഴേക്ക് വീണുപോയിരുന്നുവെന്ന്. ഏഞ്ചൽ മറുപടി പറഞ്ഞില്ല. എനിക്ക് നിന്റെ ക്ഷമ വേണ്ട. പക്ഷേ എന്നെ ഒന്ന് കാണാൻ പറ്റുമോ? നമുക്ക് ഒരു ചായ കുടിക്കണം അവസാനമായി. ഏഞ്ചൽ ആലോചിച്ചു. ഇതൊരു കെണിയാണോ അതോ അവൻ്റെ മാറ്റത്തിൻ്റെ തുടക്കമാണോ? അന്ന് വൈകുന്നേരം ഒരു ഒഴിഞ്ഞ കഫേയിൽ അവർ കണ്ടുമുട്ടി. ആൽബി വല്ലാതെ മെലിഞ്ഞിരുന്നു. മുഖത്ത് പശ്ചാത്താപത്തിൻ്റെ നിഴലുകൾ. അവൻ ഏഞ്ചലിൻ്റെ മുഖത്തേക്ക് നേരെ നോക്കാൻ മടിച്ചു. ഏഞ്ചലെ, നീ എന്നെ വേദനിപ്പിച്ചത് കൊണ്ടല്ല, നീ എന്നെ തിരുത്തിയത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്, അവൻ പതിയെ പറഞ്ഞു. അപ്പോൾ അപ്രതീക്ഷിതമായ ആ കഫേയിലേക്ക് വിനയൻ കടന്നു വന്നു. ആൽബി അവിടെ കണ്ടതും അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. കഫേയിലെ അന്തരീക്ഷം പെട്ടെന്ന് വല്ലാതെ മുറുകി. ആൽബിയെ അവിടെ കണ്ടതും വിനയന്റെ മുഖം കോപം കൊണ്ട് വിറച്ചു. അവൾക്ക് നേരെ വന്ന ആൽബിയുടെ തരംതാണ ആക്രമണങ്ങൾ വിനയന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. നീ ഇവിടെയും വന്നോ ഏഞ്ചലിനെ ഉപദ്രവിക്കാൻ? വിനയൻ ആൽബിയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏഞ്ചൽ വേഗം ഇടപെട്ടു. വിനയ, വേണ്ട, വിട്ടേക്ക്, അവൻ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. വിനയൻ അവനെ വിട്ടയച്ചെങ്കിലും ദേഷ്യത്തോടെ മാറി നിന്നു. ആൽബി തല കുനിച്ചു നിന്നു. അവനത് അപമാനമായി തോന്നിയില്ല. മറിച്ച് താൻ ആഗ്രഹിച്ചതാണ് ഇതെന്ന തിരിച്ചറിവ് അവനുണ്ടായിരുന്നു. നീ പേടിക്കേണ്ട വിനയ, ഞാൻ മാറിയതാണ്, ആൽബി കഷ്ടപ്പെട്ട് പറഞ്ഞു. അവൻ തൻ്റെ ഫോൺ പുറത്തെടുത്തു. ഏഞ്ചലിൻ്റെ പ്രശസ്തി തകർക്കാൻ താൻ ഉപയോഗിച്ച വ്യാജ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ അടങ്ങിയ ഒരു ലിസ്റ്റ് അവൾക്ക് നേരെ നീട്ടി. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. എൻ്റെ എല്ലാ ക്രൂരതകളുടെയും തെളിവുകൾ ഇതിലുണ്ട്. ഇത് നശിപ്പിച്ചാൽ എനിക്ക് സമാധാനം കിട്ടൂ. ഏഞ്ചൽ അത്ഭുതത്തോടെ അവനെ നോക്കി. ആൽബിയുടെ കണ്ണുകളിൽ കള്ളത്തരമുണ്ടായിരുന്നില്ല, ഒരുതരം ശൂന്യതയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏഞ്ചൽ ശ്രദ്ധിച്ചു. ആൽബി താൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. അവൻ തൻ്റെ അഹങ്കാരം വെടിഞ്ഞു. ഒരു സാധാരണ ജോലിയിൽ പ്രവേശിച്ചു. വീട്ടുകാരോടും അവൻ മാപ്പ് ചോദിച്ചു. പക്ഷേ ഏഞ്ചലിന് അവനോട് പഴയ പ്രണയം തോന്നി തുടങ്ങിയോ? അതോ അതൊരു തരംതാണ സഹതാപമാണോ? ഈ സമയത്താണ് ഏഞ്ചലിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അവളുടെ വർക്കൗട്ട് വീഡിയോകൾക്ക് ദേശീയ തലത്തിൽ വലിയൊരു അംഗീകാരം ലഭിക്കുന്നു. ഒരു പ്രമുഖ മാഗസിൻ അവളെ കവർ ചിത്രത്തിനായി ക്ഷണിക്കുന്നു. എന്നാൽ ആൽബിക്കൊരു അസുഖകരമായ വാർത്ത അറിയാൻ കഴിഞ്ഞു. ആൽബിയുടെ പണം മോഹിച്ച് അവളെ വിവാഹം കഴിപ്പിക്കാൻ മുൻകൈ എടുത്ത ചിലർ ഏഞ്ചലിൻ്റെ പ്രശസ്തിയും പണവും കണ്ട് അവളിൽ നിന്ന് വീണ്ടും ലാഭം കൊയ്യാൻ പദ്ധതിയിടുന്നു. അതിലൊരാൾ അവളുടെ അച്ഛൻ ജോൺ കുര്യൻ്റെ തന്നെ ഒരു ബിസിനസ് പങ്കാളിയായിരുന്നു.
ആൽബി ഇത് മനസ്സിലാക്കി അവൻ ഏഞ്ചലിനെ വിളിച്ചു. ഏഞ്ചൽ, നിന്നെ അവർ ചതിക്കാൻ നോക്കുന്നുണ്ട്. ജോൺ അങ്കിളിൻ്റെ പങ്കാളിയായ നകുലൻ നിന്നെ ഒരു കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നു, സൂക്ഷിക്കണം. ഏഞ്ചൽ ഞെട്ടി. അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ നകുലനാണോ ആൽബി പറയുന്നത്? സത്യാണോ? അതോ വീണ്ടും അവൾ അവനെ വിശ്വസിക്കണോ? ആൽബിയുടെ മുന്നറിയിപ്പ് ഏഞ്ചലിനെ വല്ലാതെ അലട്ടി. ജോൺ കുര്യൻ്റെ ബിസിനസ് പങ്കാളിയായ നകുലൻ ഏഞ്ചലിൻ്റെ പുതിയ പ്രശസ്തി മുതലെടുത്ത് അവളെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. താൻ അറിയാതെ ഒരു കരാറിൽ ഒപ്പിടിവിക്കാനായിരുന്നു നകുലൻ്റെ നീക്കം. പിറ്റേന്ന് ഏഞ്ചലിൻ്റെ വീട്ടിൽ ഒരു ചെറിയ വിരുന്ന് നടന്നു. നകുലൻ അവിടെ എത്തിയിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ മാറ്റിക്കൊണ്ട് അയാൾ ഒരു ഫയൽ ഏഞ്ചലിന് നേരെ നീട്ടി. ഏഞ്ചൽ, നിന്റെ പേരിൽ കുറച്ച് ഭൂമി വാങ്ങാൻ പോകുന്നു. ഇതിലൊന്ന് ഒപ്പിട്ടാൽ മതി. നിനക്ക് വലിയൊരു ലാഭം ഇതിലൂടെ കിട്ടും, നകുലൻ കൗശലത്തോടെ പറഞ്ഞു. ജോൺ കുര്യൻ അത്ഭുതത്തോടെ നോക്കി. എന്താ നകുല, ഇതെല്ലാം പെട്ടെന്നാണല്ലോ. അതൊക്കെ ശരിയാക്കാം ജോൺ. ഏഞ്ചലിൻ്റെ പേരിൽ കുറച്ച് സ്വത്ത് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്, നകുലൻ പറഞ്ഞു. ഏഞ്ചൽ ഫയൽ വാങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആൽബി അവിടേക്ക് കടന്നു വന്നു. അവൻ വന്നത് കണ്ടതും എല്ലാവരും അത്ഭുതപ്പെട്ടു. നകുലൻ്റെ മുഖം അല്പം മാറി. ആൽബി നേരെ ചെന്ന് ഏഞ്ചലിൻ്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി. ഇത് വേണ്ട ഏഞ്ചൽ, ഒപ്പിടരുത്. നകുലൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. നീ ആരാടാ ഇവിടെ വന്ന് തടയാൻ? ഇറങ്ങി പോടാ പുറത്ത്, ആൽബി ശാന്തനായി പറഞ്ഞു. ഇതിൽ ഒപ്പിട്ടാൽ ഏഞ്ചലിൻ്റെ സ്വത്തുക്കളെല്ലാം നകുലൻ്റെ പേരിൽ എഴുതി നൽകുന്ന ഒരു ഉടമ്പടിയാണ്. എനിക്ക് ഇതിൻ്റെ തെളിവുകളുണ്ട്. നകുലൻ പകച്ചുപോയി. അവൻ താൻ കരുതി വെച്ച മായാജാലം ആൽബി പൊളിച്ചടുക്കിയെന്ന് മനസ്സിലാക്കി. ആൽബി ഏഞ്ചലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നകുലൻ്റെ നീക്കങ്ങൾ ദിവസങ്ങളായി നിരീക്ഷിക്കുകയായിരുന്നു. നകുലൻ്റെ എല്ലാ കളികളും അവൻ അന്നു തന്നെ പുറത്തു കൊണ്ടുവന്നു. ജോൺ കുര്യൻ നകുലിനെ രൂക്ഷമായി നോക്കി. നീ എന്നെ മോളെ ചതിക്കാൻ നോക്കിയല്ലേ? ആ വലിയ ബിസിനസ് ബന്ധം അവിടെ വെച്ച് തകർന്നു. നകുലൻ തല താഴ്ത്തി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാവരും പോയ ശേഷം ഏഞ്ചൽ ആൽബിയെ നോക്കി. അവൻ പതുക്കെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ആൽബി, നിൽക്കൂ, ഏഞ്ചൽ വിളിച്ചു. അവൻ നിന്നു. എന്തിന് നീ ഇത്രയും കഷ്ടപ്പെട്ടു? അവൾ ചോദിച്ചു. ആൽബി അവളെ നോക്കിയൊരു ദയനീയമായ പുഞ്ചിരി നൽകി. അന്ന് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്നെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, അത് മതി എനിക്ക്. അവൻ നടന്നുപോയി. ഏഞ്ചലിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ തിങ്ങി നിന്നു. ആൽബിയുടെ മനസ്സിൽ ഇപ്പോഴും പ്രണയമുണ്ടോ? അത് കുറ്റബോധമാണോ? ആൽബി പോയി കഴിഞ്ഞുവെങ്കിലും അവൻ്റെ വാക്കുകൾ ഏഞ്ചലിൻ്റെ മനസ്സിൽ അലയടിച്ചു. നകുലൻ്റെ ചതിയിൽ നിന്ന് തന്നെ രക്ഷിച്ച ആൽബിയുടെ ആത്മാർത്ഥത അവൾക്ക് തള്ളിക്കളയാനായിരുന്നില്ല. ആ ദിവസം രാത്രി ഏഞ്ചൽ തൻ്റെ അച്ഛൻ ജോൺ കുര്യനോട് സംസാരിച്ചു. അപ്പച്ചാ, ആൽബി മാറിയിരിക്കുന്നു. അവൻ എൻ്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ജോൺ കുര്യൻ ഒന്ന് നിശബ്ദനായി. മോളെ, ചിലപ്പോൾ മനുഷ്യർക്ക് മാറാൻ അവസരങ്ങൾ നൽകണം. പക്ഷേ നീ നിന്റെ മനസ്സ് പറയുന്നത് പോലെ മാത്രം പ്രവർത്തിച്ചാൽ മതി. അടുത്ത ദിവസം ഏഞ്ചലിൻ്റെ കവർ ചിത്രം മാഗസിൽ അച്ചടിച്ചു വന്നു. അഴകിൻ്റെ പുതിയ നിർവചനം എന്നായിരുന്നു തലക്കെട്ട്. ബോഡി ഷെയ്മിങ്ങിനെതിരായ അവളുടെ പോരാട്ടം വലിയൊരു വായനക്കാരെ ആകർഷിച്ചു. അതിൽ ആൽബിയുമായുള്ള തൻ്റെ പഴയ ദാമ്പത്യത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് താൻ എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ചും അവൾ തുറന്നെഴുതിയിരുന്നു. ആ മാഗസിൻ വായിച്ച ആൽബി കരങ്ങിപ്പോയി. അവൾക്ക് തന്നോട് ദേഷ്യമല്ല, പകരം ഒരു സഹാനുഭൂതിയാണ് ഉള്ളതെന്ന് അവന് മനസ്സിലായി. എന്നാൽ കഥയിൽ ഒരു അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടായി. ഏഞ്ചലിൻ്റെ ഈ പുതിയ പ്രശസ്തി കണ്ട് പഴയ സുഹൃത്ത് വിനയൻ അവളോട് തൻ്റെ പ്രണയം വെളിപ്പെടുത്തി. ഏഞ്ചൽ, നീ ഇപ്പോൾ വലിയൊരു വ്യക്തിത്വമായി മാറി. നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ആൽബിയെക്കുറിച്ച് ചിന്തിക്കണ്ട. അവൻ നിന്നെ എത്ര വേദനിപ്പിച്ചതാണെന്ന് ഓർക്കണം. ഏഞ്ചൽ സ്തംഭിച്ചു പോയി. അവൾ ആൽബിയോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ വിനയൻ്റെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം അവളെ കുഴക്കി. അതേസമയം ഏഞ്ചലിനെ ഒരു വലിയ ചാനൽ ഷോയിലേക്ക് അതിഥിയായി ക്ഷണിച്ചു. ആ ഷോയിൽ വെച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം വെളിപ്പെടുത്താൻ അവളോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു എന്നായിരുന്നു ആ ചോദ്യം. സ്റ്റേജിൽ നിൽക്കുമ്പോൾ സദസ്സിൽ ആൽബി അവൾ കണ്ടു. അവൻ ദൂരെ ഒരു മൂലയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൾ മൈക്കിലൂടെ പറയാൻ തുടങ്ങി. സ്റ്റേജിലെ വെളിച്ചം ഏഞ്ചലിൻ്റെ മുഖത്ത് പതിച്ചു. സദസ്സിൽ അനേകം കണ്ണുകൾ അവളെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ദൂരെ ഒരു മൂലയിൽ നിൽക്കുന്ന ആൽബിയെ കണ്ടപ്പോൾ ഏഞ്ചലിൻ്റെ ഹൃദയം ഒന്നിടിച്ചു. അവൾ മൈക്കിലേക്ക് നോക്കി പതുക്കെ സംസാരിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ എന്നെ തന്നെ വിലയിരുത്താൻ ശ്രമിച്ചതായിരുന്നു. എൻ്റെ ശരീരം, എൻ്റെ മുഖം, ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിച്ചു. വിവാഹത്തിന് ശേഷം എൻ്റെ പങ്കാളി എന്നെ വേദനിപ്പിച്ചപ്പോഴും ആ വേദന എൻ്റെ കുറ്റമാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. സദസ്സിൽ നിശബ്ദത. ക്യാമറകൾ അവളിലേക്ക് മാത്രം തിരിഞ്ഞു. പക്ഷേ ആ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. ഇന്ന് ഞാൻ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അത് ഞാൻ തന്നെയാണ്. ആൽബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ എനിക്ക് നൽകിയ വേദനയേക്കാൾ വലുതായിരുന്നു എനിക്ക് തന്ന പാഠങ്ങൾ. നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെ വെറുക്കുന്നത് കൊണ്ടാണ്. ആൽബിയും അതാണ് ചെയ്തത്. ആൽബിയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവൻ തലകുനിച്ചു. വിനയൻ, ഏഞ്ചൽ തുടർന്നു. അവൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്.
എൻ്റെ ഉയർച്ചയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്നവൻ. എന്നാൽ പ്രണയം എന്നത് നമുക്ക് പെട്ടെന്നൊരു തീരുമാനമായി എടുക്കാൻ പറ്റില്ല. അതൊരു തിരിച്ചറിവാണ്. എനിക്കിനിയും എന്നെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഏഞ്ചലിനെ കാത്ത് വിനയനും ആൽബിയും ഉണ്ടായിരുന്നു. വിനയൻ നിരാശനായിരുന്നെങ്കിലും ഏഞ്ചലിൻ്റെ തീരുമാനത്തെ ബഹുമാനിച്ചു. ഞാൻ പോവുകയാണ് ഏഞ്ചൽ, വിനയൻ പറഞ്ഞു. നിന്റെ ഈ ആത്മവിശ്വാസം എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. അവൻ നടന്നുപോയതിനു ശേഷം ഏഞ്ചൽ ആൽബിയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാ വന്നത്? അവൾ ചോദിച്ചു. നിന്റെ വാക്കുകൾ കേൾക്കാൻ. നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ എന്നെ തന്നെ വെറുത്തിരുന്നത് കൊണ്ടാണ് നിന്നെയും വെറുത്തത്. പക്ഷേ ഇന്നെനിക്ക് നിന്നോട് പ്രണയമല്ല, ബഹുമാനമാണ്. നിന്നെപ്പോലെ ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തിരിച്ചറിവ് കൊണ്ടാണ്. എന്നെ ഒരു പച്ചയായ മനുഷ്യനാക്കി മാറ്റിയത് നീയാണ്. അവർ പിരിഞ്ഞു പോകുമ്പോൾ ഏഞ്ചലിന് തോന്നി തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാൻ പോവുകയാണെന്ന്. എന്നാൽ അപ്രതീക്ഷിതമായ അച്ഛൻ ജോൺ കുര്യൻ്റെ വീട്ടിൽ നിന്ന് എലീനയുടെ അടിയന്തരമായ കോൾ വന്നു. ഏഞ്ചലെ, വേഗം വാ, അപ്പച്ചനൊരു നെഞ്ചുവേദന. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ഏഞ്ചൽ തകർന്നിരുന്നു. ജോൺ കുര്യൻ്റെ ഹൃദയാഘാതം അപ്രതീക്ഷിതമായിരുന്നു. എലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏഞ്ചലിനെ കെട്ടിപ്പിടിച്ചു. ആ വലിയ തറവാടും സ്വത്തുക്കളുമെല്ലാം ഏഞ്ചലിന് മുന്നിൽ അർത്ഥമില്ലാത്തതായി തോന്നി. അപ്പോഴാണ് ആൽബി അവിടേക്ക് ഓടി വന്നത്. അവൾ അവനെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് വിവരങ്ങൾ തിരക്കി. രക്തം നൽകാൻ ആരെങ്കിലും വേണോ എന്ന് ചോദിച്ചു. അവൻ്റെ ഓരോ നീക്കത്തിലും പഴയ അഹങ്കാരമല്ല, മറിച്ച് ഏഞ്ചലിനോടുള്ള ആത്മാർത്ഥമായ കരുതൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏഞ്ചൽ, നീ ധൈര്യമായിരിക്കൂ, അങ്കിളിനൊന്നുമില്ല, അവൻ അവളെ ആശ്വസിപ്പിച്ചു. ജോൺ കുര്യൻ ആസന്നനില തരണം ചെയ്ത് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയപ്പോൾ ഏഞ്ചലിൻ്റെ കൂടെ ആൽബി മാത്രമായിരുന്നു അന്ന് രാത്രി ഉണ്ടായിരുന്നത്. എലീന ക്ഷീണം കൊണ്ട് അപ്പുറത്തെ മുറിയിൽ ഉറങ്ങിപ്പോയിരുന്നു. ഏഞ്ചൽ നിശബ്ദമായി ജനാലയ്ക്കിൽ നിന്നു. ആൽബി അവൾക്ക് സമീപം വന്നു. ഏഞ്ചലെ, നീ ഒറ്റയ്ക്കല്ല. ഇനിയുള്ള കാലം നിന്റെ ഉത്തരവാദിത്വം എൻ്റേതാണ്. അങ്കിളുടെ ബിസിനസ് നോക്കാനും നിന്നെ സംരക്ഷിക്കാനും ഞാനുണ്ടാകും. പക്ഷേ ഒരു ഭർത്താവായിട്ടല്ല, നിന്റെ ഒരു സുഹൃത്തായി മാത്രം. അവൻ്റെ വാക്കുകൾ ഏഞ്ചലിൻ്റെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. താൻ വെറുത്ത ആൽബിന്ന് തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഓടിയെത്തിയപ്പോൾ അവളുടെ ഉള്ളിലെ പഴയ പരാതികൾ പതിയെ മഞ്ഞുപോലെ ഉരുകിത്തീർന്നു. എന്നാൽ ആ ആശുപത്രിയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ജോൺ കുര്യൻ്റെ ബിസിനസ് തകർച്ചയ്ക്ക് കാരണം നകുലൻ മാത്രമല്ല, അവരുടെ പഴയൊരു വിശ്വസ്തനായ മാനേജർ കൂടിയാണെന്ന് തെളിഞ്ഞു. അയാൾ ജോൺ കുര്യൻ്റെ അറിവില്ലാതെ വ്യാജരേഖകൾ ഒപ്പിട്ട പണം തട്ടിയെടുത്തു. ഇതറിഞ്ഞപ്പോൾ ഏഞ്ചൽ തകർന്നുപോയി. ആൽബി, എല്ലാം തീർന്നു. അപ്പച്ചൻ്റെ ഈ ബിസിനസ് ഇനി എങ്ങനെ രക്ഷപ്പെടും? ആൽബി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. തീർന്നിട്ടില്ല ഏഞ്ചൽ. ആ വ്യാജരേഖകൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ നമുക്കിതിനെ നിയമപരമായി നേരിടാം. പക്ഷേ അതിന് നമുക്ക് ആ മാനേജറുടെ ഓഫീസ് റെയ്ഡ് ചെയ്യണം. ഇതൊരു വലിയ റിസ്ക്കാണ്. അവർ ആപത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണോ? അവൾ ആകെ അങ്കലാപ്പിലായി. ആശുപത്രിയിലെ ഇടനാഴികളിൽ വെച്ച് ഏഞ്ചലും ആൽബിയും ആ വലിയ നീക്കത്തിന് പദ്ധതിയിട്ടു. അപ്പച്ചൻ്റെ വിശ്വസ്തൻ എന്ന് നടിച്ച മാനേജർ തോമസിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയ ലാപ്ടോപ്പ് അവൻ്റെ ഓഫീസിലുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ ജോൺ കുര്യൻ്റെ പേരിൽ കെട്ടിച്ചമച്ച വ്യാജരേഖകൾ തകർക്കാൻ കഴിയൂ. ഇതൊരു വലിയ റിസ്ക്കാണ് ഏഞ്ചൽ. പോലീസ് സഹായം തേടാൻ സമയം പോരാ, നമ്മൾ തന്നെ ഇത് ചെയ്യണം, ആൽബി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. രാത്രിയുടെ നിഴലിൽ അവർ തോമസിൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു. ആൽബി പുറത്ത് കാവൽ നിൽക്കുമ്പോൾ ഏഞ്ചൽ ഉള്ളിലേക്ക് കടന്നു. തൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള നീക്കങ്ങൾ അവൾക്ക് പുതിയൊരു കരുത്ത് നൽകി. ലാപ്ടോപ്പ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് തെളിഞ്ഞു. തോമസ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളോ? ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കാൻ വന്നതാണോ? തോമസ് പരിഹാസത്തോടെ ചിരിച്ചു. പെട്ടെന്ന് ഏഞ്ചൽ പതറാതെ തൻ്റെ ഫോൺ ഉയർത്തി. തോമസേ, ഇതെല്ലാം ഇപ്പോൾ ഞാൻ ലൈവായിട്ട് റെക്കോർഡങ്ങ് ചെയ്യുന്നത്. ആ അപ്പച്ചനെ ചതിച്ചതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ആ നിമിഷം ആൽബി അകത്തേക്ക് ചാടിക്കയറി തോമസിനെ തടഞ്ഞു. ഇരുവരും തമ്മിലുള്ള മൽപ്പിടുത്തം നടക്കുമ്പോൾ ഏഞ്ചൽ വേഗം ആ ഫയലുകൾ കോപ്പി ചെയ്ത് പോലീസിന് അയച്ചു കൊടുത്തു. അല്പസമയത്തിനകം പോലീസ് സ്ഥലത്തെത്തി തോമസിനെ പിടികൂടി. ആൽബിക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിരുന്നു. തകർന്നുപോയ ഏഞ്ചൽ അവൻ്റെ അരികിലേക്ക് ഓടി. ആൽബി, നീ എന്തിനാ ഇത്രയും റിസ്ക് എടുത്തത്? അവൾ കരച്ചിലടക്കി ചോദിച്ചു. അവന് വേദനയോടെ ചിരിച്ചു. ഏഞ്ചൽ, പണ്ട് ഞാൻ നിന്നെ വേദനിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളുണ്ട്. ഇന്ന് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ നിമിഷം ഏഞ്ചൽ തൻ്റെ മനസ്സിൽ വെച്ചിരുന്ന എല്ലാ പരാതികളും ഉപേക്ഷിച്ചു. അവൻ തികച്ചും മാറിയിരിക്കുന്നു. അവൻ വെറുമൊരു ഭർത്താവായിരുന്നില്ല, പ്രതിസന്ധികളിൽ തനിക്കൊപ്പം നിൽക്കുന്ന ഒരു പടയാളിയായി മാറി. ആശുപത്രിയിൽ തിരികെ എത്തിയപ്പോൾ ജോൺ കുര്യൻ കണ്ണു തുറന്നിരുന്നു. മകളുടെ മുഖത്തെ തിളക്കം കണ്ടപ്പോൾ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി. 2 ആഴ്ചകൾക്ക് ശേഷം ജോൺ കുര്യൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. തോമസിനെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ ശക്തമായതോടെ തട്ടിയെടുക്കപ്പെട്ട സ്വത്തുക്കളും ബിസിനസ്സും തിരികെ ലഭിച്ചു. കുര്യൻ കുടുംബത്തിന് പഴയ പ്രതാപം തിരിച്ചു കിട്ടി.
വീട്ടുമുറ്റത്തെ ഏഞ്ചലും ആൽബിയും ഇരിക്കുകയായിരുന്നു. താൻ ഇത്രയും കാലം വേർതിരുന്ന ആൽബി ഇന്ന് തൻ്റെ അച്ഛൻ്റെ കൈത്താങ്ങായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. ആൽബി, അവൾ വിളിച്ചു. അവൻ അവളെ നോക്കി. നമ്മൾ തുടങ്ങി വെച്ച ഈ യാത്ര സത്യത്തിൽ നമ്മൾ തമ്മിലുള്ള അകൽച്ചയല്ല, മറിച്ച് നമ്മളിലെ തന്നെ കുറവുകളെ തിരിച്ചറിയാനുള്ളതായിരുന്നു. ആൽബി പുഞ്ചിരിച്ചു. ശരിയാണ് ഏഞ്ചൽ, പണ്ട് ഞാൻ നിന്റെ പുറമോടി കണ്ട് നിന്നെ വിധിച്ചു. പക്ഷേ നീ എന്നേക്കാൾ എത്രയോ മുകളിലാണെന്ന് ഞാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതുപോലെ മാത്രമേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പണത്തിന് മുമ്പിൽ നീ നിന്റെ കഴിവ് തെളിയിച്ചു. പണത്തിനേക്കാൾ നിന്റെ മനസ്സിൻ്റെ ശക്തി നീ തെളിയിച്ചു. ഞാൻ കണ്ടിരുന്ന സൗന്ദര്യമായിരുന്നില്ല നിന്റെ മനസ്സിലുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പുറംമേനിയിലുള്ള സൗന്ദര്യമല്ല ഒരു മനുഷ്യനെ നമ്മൾ നിശ്ചയിക്കേണ്ടത്, അവൻ്റെ മനസ്സ്. ആ മനസ്സിനുള്ള സൗന്ദര്യമാണ് അവൻ്റെ ഓരോരുത്തരുടെയും ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്നത്. ജോൺ കുര്യനും എലീനയും പുറത്തേക്ക് വന്നു. ജോൺ കുര്യൻ ആൽബിയുടെ തോളിൽ കൈവച്ചു. മോനെ, ഏഞ്ചലിനെ സംരക്ഷിക്കാൻ നീ കാണിച്ച ആത്മാർത്ഥത എനിക്ക് ബോധ്യപ്പെട്ടു. കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം കുറിച്ചൂടെ? ഏഞ്ചൽ മൗനമായി ആൽബിയെ നോക്കി. അവൾക്ക് അവനോട് പഴയ വെറുപ്പില്ല, പകരം സ്നേഹത്തിൻ്റെ പുതിയൊരു നാമ്പാണ് മനസ്സിൽ മുള പൊട്ടിയത്. ആൽബി അവളുടെ കൈകളിലേക്ക് തൻ്റെ കൈകൾ ചേർത്തു. ഏഞ്ചൽ, പണ്ട് ഞാൻ നിനക്ക് തന്നത് കണ്ണീരായിരുന്നു. അത് തിരികെ തരാൻ എനിക്ക് സൗകര്യമില്ല. പക്ഷേ ഇനി നീ വരുന്ന ഓരോ നിമിഷവും നിന്റെ ചിരിക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇത് കരാറല്ല, എൻ്റെ ഹൃദയമാണ്. ഏഞ്ചൽ വികാരാധീനമായി അവനെ നോക്കി. ആ വീട്ടിൽ പുതിയൊരു സന്തോഷം തളിരിട്ടു. ബോഡി ഷെയ്മിങ്ങിൻ്റെയും പരിഹാസത്തിൻ്റെയും കറുത്ത നിഴലുകൾ മാറി ഏഞ്ചലിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വസന്ത പൂത്തുലഞ്ഞു. അവൾ തൻ്റെ ആത്മവിശ്വാസത്താലും കരുത്താലും എല്ലാവർക്കും ഒരു മാതൃകയായി മാറി. അങ്ങനെ ഏഞ്ചലിൻ്റെയും ആൽബിയുടെയും കഥ ഒരു പുതിയ പ്രണയകാലത്തേക്ക് വഴിമാറി. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.